30. അപ്പോൾ മറ്റേ ആ പെൺകൊച്ചില്ലായിരുന്നു മറ്റേ 20,000 ഞാൻ കൊടുക്കാൻ പോയത്. അപ്പോൾ ആ കൊച്ചാണ് അല്ലെങ്കിൽ കൊച്ചിൻ്റെ അമ്മയാണെന്ന് അറിയത്തില്ല. എനിക്ക് 4:30 വെളുപ്പിന് മെസ്സേജ് വന്ന് വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് 5:05 ആയപ്പോഴാണ് എഴുന്നേറ്റതെന്ന് പറയുന്നില്ല, ഞാൻ ഒരു 2:30 എഴുന്നേറ്റ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു ഇപ്പോഴാണ് ഫ്രീ ആയത്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇനി മുതൽ ഇറച്ചിയൊക്കെ സമയത്തും കാലത്തും മേടിച്ച് ഞാൻ ഇങ്ങനെ പട്ടിണി ഇരിക്കത്തില്ല, സമയത്ത് കാലത്തും കഴിക്കും. ഇന്നലെ എക്സസൈസ് പോലും നേരെ ചെയ്യാൻ പറ്റില്ലെന്ന്, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ പക്ഷേ ഇപ്രാവശ്യം ഞാൻ വൈകുന്നേരം പുറത്ത് പോയി കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാതിരിക്കും. ഇപ്പം തന്നെ പോയി ബീഫ് മേടിക്കാൻ പോവുക. അതല്ല, അത് നമ്മൾ ആ ഒരു ചെയർ മേടിച്ച് ഓർമ്മയുണ്ട, അതിൻ്റെ അടുത്ത് ചാലഞ്ച് ചെയ്യേണ്ടത് ആ ചെയർ എന്നെ കൊണ്ട് പൊങ്ങുന്നില്ല, അത് പ്രാക്ടീസ് ചെയ്യാൻ വിട്ടുപോയി. അതിന് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ പൊക്കണോ, എന്നാലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പിന്നെ ഞാൻ പോയി വീഡിയോ ചെയ്തിട്ട് അവർ പറയാം നീ ആകും പൊക്ക്. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട, ഞാൻ പൊക്കണം. നമ്മൾ ആദ്യം മീറ്റ് മേടിച്ചിട്ട് വരാം. എൻ്റെ വണ്ടി എനിക്ക് സർവീസിന് കൊടുക്കണം, കുറച്ച് ലേറ്റ് ആയിരുന്നു. നമുക്ക് നാളത്തേക്ക് വല്ല നോക്കാം. ഞാൻ ഫുൾ പെട്രോളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പം എനിക്ക് വേറൊരു കാറിലൊരു ഇൻട്രസ്റ്റ് വന്നു. നിങ്ങൾ എങ്ങനെയാണെന്ന് പറയാം, BYD ഓട്ടോ 3. ചൈനീസ് ആണെങ്കിലും എന്ത് മാങ്ങാത്തുള്ളിയാണെന്ന് പറഞ്ഞാൽ പോലും വണ്ടി നല്ലേ എന്നാണ് എനിക്ക് ഫീൽ. ഞാൻ കുറച്ച് ലോങ് ടേം റിവ്യൂ നോക്കിയിട്ട് എല്ലാവർക്കും നല്ലത് പറയാനുള്ളൂ, പക്ഷെ കൊടുക്കുന്ന വിലയാണെന്നേ ഉള്ളൂ. BYD സീൽ എന്നും പറഞ്ഞ ഒരെണ്ണം കൂടി ഉണ്ട്. അത് പിന്നെ പറയണ്ട, പക്ഷെ അത് മേടിക്കാറില്ല. പക്ഷെ BYD ഓട്ടോ 3 അത് കിട്ടില്ല, അത് നല്ല റേഞ്ചും ഉണ്ട്. BYD ഓട്ടോയും എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല, എന്നാലും നിങ്ങൾ കണ്ടിട്ട് പറ. ഞാൻ ഏത് ചെറിയ മേടിക്കും ഉദ്ദേശിക്കും, വലുത് മേടിക്കുന്നത് അല്ലെങ്കിൽ ചെറുത്, മറ്റേ വലുത് ഇല്ല, അല്ലെ പിന്നെ അവിടെ കൂന്തലുണ്ടെന്ന്. ഞാൻ ഇറച്ചി ഓൾറെഡി മേടിച്ചിന്, എല്ലാം ഹാൻഡിലിൽ തന്നെ വേണ്ടി വരും. ഞാൻ കൊണ്ടുവന്നില്ല, അതിന് മുമ്പ് ഇവന്മാർക്ക് വേണം. എടാ ഷ്രിമ്പാടാ, ചെമ്മീനാ കഴിക്കത്തില്ല, പിന്നെ ഇറച്ചി വേണം, അത് വേറെ കാര്യം. നമ്മൾ അന്ന് മേടിച്ച് ടൈഗർ പ്രോൺസ് 900 രൂപ കണ്ടല്ലോ 1 കിലോ, ഇത് 500 രൂപ 1 കിലോ. അതെൻ്റെ ചെറുത്, നിൻ്റെ ചെറുത് ഒരെണ്ണോടെ ഉണ്ട്, അതെനിക്ക് വേണ്ട, അത് എപ്പോഴും കഴിക്കുന്നത്. അമ്മേനൊന്ന് വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം എപ്പോഴത്തേക്ക് വന്ന ആഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന്. എനിക്ക് വെറും വൈറ്റ് ജിമ്മിൽ പോയി ചെയ്യാൻ മെനക്കേടാണ്, ഇന്നും വെറും വൈറ്റ് പോകണമെന്ന് തോന്നുന്നു. അമ്മയുടെ മറ്റേ ആ ഷൂ ഞാൻ റിട്ടേൺ ചെയ്തു കേട്ടോ, ഇന്നൊന്ന് എടുത്തോണ്ട് പോയത്. ചെയർ ഇരിക്കാൻ വേണ്ടി എന്നെ ചെയർ ഇരുത്തിക്കത്തില്ലേ, എന്താണ് ചതഞ്ഞു പോലെ ഞാൻ ഇരുന്ന. അമ്മ എന്നാലും കോളൊന്നും എടുക്കുന്നില്ല, ഞാൻ ആ ചെയർ കൊണ്ടുവന്ന് വെച്ചത് പ്രാക്ടീസ് ചെയ്യട്ടെ. ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പിലത്തെ ഒരു കാലെ പിടിച്ചിട്ട് ഒറ്റയടിക്ക് പൊക്കത്തോട്ട് വെക്കണം, താഴെ വീഴാൻ പാടില്ല. അങ്ങനെ ഇപ്പൊ എൻ്റെ അടുത്ത് പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്നില്ല. എനിക്ക് വേണേൽ റൈറ്റ് വെച്ച് തന്നെ ചെയ്തുകൊണ്ടിരുന്ന് പ്രാക്ടീസ് ചെയ്യാം, പക്ഷേ റൈറ്റ് മാത്രം സ്ട്രോങ് ആയിട്ട് കാര്യമില്ല, പ്രൊപ്പോർഷണാലിറ്റി വേണ്ടേ. അപ്പോൾ ലെഫ്റ്റ് കൂടി പിടിക്കാം. അച്ഛനെന്ത് പറയുന്നത്, എന്നെ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ലെന്ന്? അജയോട്ട് വന്നേ, അതിനെ മൂത്തേരെ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല അച്ഛൻ പറയുന്നത്. ഹെൽപ്പ് കൊടുക്കാലോ, ഒരു കാലെ പിടിച്ച് പൊക്കാനുള്ള. അച്ഛൻ നോക്കി പൊക്കി, ഒരു കാലെ പിടിച്ച് അങ്ങനെ തൂക്കാനല്ല, അങ്ങനെ പൊക്കണം, അങ്ങനെ തൂക്കി പൊക്കാനല്ല, നേരെ പൊക്കണം, വീഴ്ത്താതെ. അങ്ങനെയാണ് ഒരു ദിവസം കണ്ടു വെച്ചാ. എന്ത് വിശ്വാസം നോക്കി. ഞാനിപ്പോഴും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, ഇന്നും വെറും വയറ്റിൽ പോവാണല്ലോ ജിമ്മിൽ. അവിടെ പോയിട്ട് ഇനി പൊങ്ങത്തുമില്ല. ഞാൻ ഇനിമോൾ ഇത് ശ്രദ്ധിക്കാൻ പോവാണ്, ജിമ്മിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ റെസ്റ്റിന് വേണ്ടി. പിന്നെ ആ ചെയർ പൊങ്ങണ്ടേ, അച്ഛൻ പൊങ്ങത്തിനെന്നൊക്കെ പറഞ്ഞു, അപ്പോൾ കാണിച്ചു കൊടുക്കും. ഇത് ഡേ 55 ഓഫ് 60 ഡേയ്സ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്ഫർമേഷന്റെ വീഡിയോ ആണ്. ഇതുവരെയായിട്ട് ഞാൻ കാപ്സും പഞ്ചസാരയും വെജിറ്റബിൾസും ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ ബോഡിയുടെ പ്രോഗ്രഷൻ നല്ലതായിട്ട് പോകുന്നുണ്ട് ഇപ്പോഴും. ഇന്ന് ഞാൻ ഏറ്റവും ചെയ്തത് നോർമൽ പുല്ലപ്സ് ആണ്, പക്ഷെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് എന്റെ ബോഡി എത്ര പൊക്കത്ത് കൊണ്ടുപോകാൻ പറ്റും, ബാറിന്റെ അത്രയും പൊക്കത്ത് കൊണ്ടുപോകണം. ബെല്ലി ബട്ടനാണ് ആഗ്രഹം, പക്ഷെ പറ്റുന്നില്ല. അടുത്ത എന്റെ ഹ്യൂമൻ ഫ്ലാഗ് ആയിരുന്നു. ഹ്യൂമൻ ഫ്ലാഗിന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഡെയിലി ചെയ്തില്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്ട്രെങ്ത് പോകുന്നു. ഏതോ 1-2 ദിവസം എന്റെ ഗ്യാപ്പ് വന്നു, അതുകൊണ്ട് ഇപ്പൊ ചെയ്യാൻ ഒടുക്കത്തെ ബുദ്ധിമുട്ട്. ഇതിന്റെ പൊക്കത്തോട്ടുള്ള ഹോൾഡ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വല്ലപ്പോഴൊക്കെ കുറച്ച് ബാലൻസ് വിട്ടു, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മലനടിച്ച് വീഴും. പിന്നെ നെഗറ്റീവ് മസിൽ അപ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ബാൻഡ് മേടിക്കണം, ബാൻഡ് ഇല്ലാതെ ഞാൻ അതിനകത്ത് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നു തോന്നുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട് ലെവർ പിന്നെ മറക്കണ്ട, ഫ്രണ്ട് ലെവറിന് ഒരു പ്രോഗ്രസ്സും ഇല്ല. അടുത്തോട്ട് ഈ ഡയറ്റിൽ ഏറ്റവും ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എനർജിയും കാണത്തില്ല. ഞാൻ ഇന്ന് ആഹാരം കഴിക്കാൻ വിട്ടു, എനിക്ക് കൊടുക്കുക തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും പൊങ്ങുന്നില്ല. ബെഞ്ച് പ്രസിന് ഇവിടെ വരെ 110 കിലോ ഉള്ളൂ, പക്ഷെ എനിക്ക് 150 കിലോയുടെ വെയിറ്റ് തോന്നുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് നോർമലായിട്ട് പൊക്കാൻ പറ്റുന്നതായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. പിന്നെ അടുത്ത സെറ്റ് ഞാൻ 100 കിലോ കളിച്ചു നോക്കി, പക്ഷെ 100 കിലോ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ പൊക്കി കൊണ്ടുപോകുന്നത്. അടുത്ത ഞാൻ ഡംബിൾ ഫ്ലൈ ആയിരുന്നു, ഇതിന് എനർജി ഇല്ല. ഇനി വീട്ടിൽ പോയിട്ട് ആഹാരം കഴിച്ചാലേ വല്ല സെറ്റ് ആകത്തുള്ളൂ. അടുത്ത ചാലഞ്ച് വീഡിയോക്കകത്ത് എനിക്ക് കുറച്ച് ഫോർ ആം സ്ട്രെങ്ത് വേണം, അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കും. ഞാൻ വീട്ടിലെത്തി, എന്റെ ചെമ്മീനും ബീഫും ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെയർ പുറത്ത് വെച്ചപ്പോൾ അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നു. കൊള്ളാമല്ല, ഇന്ന് ആറ്റിക്കാനാണത്. പിന്നെ ചെമ്മീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോൾ ആവുമെന്ന് അറിയത്തില്ല. ഇത്ര ആയുള്ള ഇതിനായിട്ട് അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ബോട്ടിൽ വെള്ളം മേടിച്ചതായിട്ട് അത് തീർന്നു പോയിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് കുറച്ച് മുട്ട മേടിക്കുന്നു. വരണം ബീഫിന്റെ ഒക്കെ മുട്ട ഇടുന്നതിന് എനിക്ക് വേറെ ടേസ്റ്റ് ആയിപ്പോൾ. അതിനോട് ചീസൊക്കെ ആകുമ്പോൾ പറയണ്ട, കുറയ്ക്കണടാ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് കടി മേടിക്കുന്നത്. 25 മുട്ടയാണ് ഇത്. താറാവ് മേടിക്കണം? വേണ്ട. ഇവിടെ ഏറ്റവും കൂടുതൽ മുട്ട മേടിക്കുന്നത് ഞാനാണ്.
എല്ലാം 2 ദിവസം പോയിട്ട് 25 മുട്ടയാണ്. എന്നാണ് കുറയ്ക്കുന്നത്? ആ പട്ടിനെല്ലാം കൂടി എന്നെ പേടിപ്പിക്കാൻ നോക്ക്. ഞാൻ മേടിച്ചു. അമ്മ കുരുമുളക് വേണം. കുരുമുളക് പൊടി മേടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കാണത്തില്ല. അപ്പം ഞാൻ തന്നെ എനിക്ക് തന്നെ നിർബന്ധം. ഞാൻ പോയി മേടിക്കേണ്ടി വരും. ഇങ്ങനെ ഓരോ 10 വട്ടം ഇട്ടുകൊണ്ടിരിക്കുവാൻ. എന്താ കല്ലുപ്പ് പള്ളി പോയി പറ. 1/2 കിലോ കുരുമുളക് മേടിച്ചിട്ടുണ്ട് 500 രൂപയ്ക്ക്. ഇതിന് തീർന്നാ നോക്കി. അമ്മ കുരുമുളകല്ലേ വേണ്ട? എന്നാ തികഞ്ഞില്ലെന്ന് പറയുന്നത്. എന്ത് എത്ര ആയിരിക്കും കുരുമുളക്? എത്ര വില ആയിരിക്കും? ഇത് 500 രൂപ. ഓ എന്റെ ചെമ്മീനായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് പട്ടിണിയാ. സൈഡിൽ എന്റെ ബീഫ്. എന്നാ കുറച്ച് ബീഫ് കിട്ടുള്ള കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് 4 മുട്ട എന്റെ പൊക്കത്ത് ചീസും എന്റെ പൊക്കത്ത് കാണാം. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് എനിക്ക് ഫൈനലി എന്റെ ഫുഡ് കിട്ടി. ഫസ്റ്റ് സെർവിങ് ചെമ്മീനോട് ആയിക്കൊണ്ടിരിക്കുക. മോനെ ഇത് കഴിച്ചിട്ട് വേണം. എങ്ങനെ നോക്കട്ടെ ഞാൻ. ചീസും ആയിട്ട് എടുക്കണം. ചീസും മുട്ട എല്ലാം ആയിട്ട്. അങ്ങനെ കിടുകണ്ട ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ഫുഡ് എൻ്റെ മോന്തൊക്കെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ല. രാവിലെ തൊട്ട് പട്ടിണിയായിരുന്നു. കുഴപ്പമില്ല. പക്ഷെ ഇത് ഓഷിനോക്കോ എന്ന് പറഞ്ഞ സീസൺ 2 ആനിമ ഇറങ്ങിയിട്ടുണ്ട്. കിടിലൻ ആനിമ. അതിനെ സീസൺ 1 കണ്ടേ. സീസൺ 2 കാണുക. ഞാൻ ആഹാരം കഴിച്ചിട്ട് സംതൃപ്തി. എനിക്കില്ലേ ഇപ്പം വെളുപ്പിനെ 4:30 കിടക്കുവാണ് കേട്ടോ. കുറച്ച് എഡിറ്റ് ചെയ്യാനും പിന്നെ വെറുതെ കുറച്ച് യൂട്യൂബ് നോക്കിയിരിക്കുമായിരുന്നു. 4:40. അപ്പം മറ്റേ ആ പെൺകൊച്ചില്ലായിരുന്നു. മറ്റേ 20,000 ഞാൻ കൊടുക്കാൻ പോയത്. അപ്പോൾ ആ കൊച്ചാണ് അല്ലെങ്കിൽ കൊച്ചിൻ്റെ അമ്മയാണെന്ന് അറിയത്തില്ല. എനിക്ക് 4:30 വെളുപ്പിന് മെസ്സേജ് വന്ന് ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞിട്ട് എനിക്ക് 4:30 മെസ്സേജ്. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കുമ്പളങ്ങിയാണ്. കഴിഞ്ഞ വീക്ക് എൻ്റെ അമ്മച്ചിയുടെ Gmail ID നിന്ന് ഞാനൊരു മെയിൽ അയച്ചായിരുന്നു. ചേട്ടൻ വീട്ടിലോട്ട് വരാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പച്ചന് ചുമ ഉണ്ടായത് കൊണ്ട് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അമ്മ പിന്നെ വരുമോ ചോദിച്ചായിരുന്നു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? അപ്പച്ചനെ കൊണ്ട് ഇന്ന് ഡയാലിസിസ് ചെയ്യാൻ പോവേണ്ടതാണ്. ഇന്നലെ തൊട്ട് പൈസയ്ക്ക് വേണ്ടി ഓടുകയാണ്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചിട്ട് ഫോൺ കൂടി എടുക്കുന്നില്ല. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പൈസ എടുത്ത് കൊടുക്കാൻ എനിക്കൊരു പരിചയമില്ല. എന്നാണ് ഞാൻ കാണാൻ പോയത്. കണ്ടിട്ട് കാണാൻ പറ്റിയില്ലെന്ന്. ഇപ്പോൾ ഇന്നത്തേക്ക് അവർക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ഞാൻ ഇങ്ങനത്തെ പൈസയുടെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പൈസ എപ്പോഴും റോൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കാണത്തില്ല. അന്ന് എൻ്റെ ഉണ്ടാകാൻ ചെയ്യാൻ പോയത്. ആ സമയത്ത് അവരിപ്പം പറ്റാതെ വന്നതുകൊണ്ട് പിന്നെ ആ പൈസ റോളാകും. ഇപ്പം എനിക്ക് വേറെ വീഡിയോ ഒക്കെ ഉണ്ട്. പൈസയുടെ വീഡിയോ അല്ല, ഞാൻ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ലക്ഷക്കണക്കിന് രൂപ വേണ്ടേ പിന്നെ അത്ര ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്ത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് കൺഫേം ചെയ്യാനും പറ്റിയിട്ടില്ല. ഇതിപ്പം ഉറപ്പാണോ ഫ്രോഡാണോ അതും അറിയത്തില്ല. ഫ്രോഡാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ പോകത്തേ ഉള്ളൂ. പക്ഷേ എൻ്റെ പൈസ ഇല്ല താനിപ്പോൾ കൊടുക്കാനും. ഞാൻ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ആദ്യം എത്ര രൂപ വേണ്ടെന്ന് ചോദിക്കണം. എൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഞാൻ ചിലപ്പോൾ കുത്തുവാളയാവും. ഞാനിങ്ങനെ വെറുതെ ഒന്നും അറിയാതെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. പക്ഷേ മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചേക്കാം. വലുതായിട്ട് പേരൊന്നും ഞാൻ കാണിക്കുന്നില്ല. 25 വയസ്സാണ്. 25 വയസ്സ് കുറച്ച് വലിയ ആളാണല്ലോ. ഞാൻ വിചാരിച്ചു വല്ല ചോദിക്കാൻ കാരണം വെച്ചാൽ കൊച്ചു പിള്ളേരാണെങ്കിൽ വെറുതെ പൈസ കൊടുത്തുകൊണ്ട് തലവേദനയാണ്.